മുഖ്യമന്ത്രിയുടെ പരിപാടിയെ തുടർന്ന് ആലപ്പുഴ ബീച്ചിൽ അടപ്പിച്ച കടകളിൽ ചിലത് തുറന്നു. സിപിഎം ജില്ലാ സെക്രട്ടറി എ നാസറിന്റെ ഇടപെടലിനെ തുടർന്നാണ് ചില കടകൾ തുറന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, വലിയ വിമർശനത്തിന് വിധേയമാക്കിയിരുന്നു ഈ ഇടപെടലുകൾ. വലിയ പരാതി വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം വിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് നേതാക്കളൊക്കെ രംഗത്ത് വന്നത്. ഇപ്പോൾ പരിപാടി പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമാണോ കടകൾ തുറന്നിരിക്കുന്നത്? രേണുക, ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ടോടു കൂടി അവിടെയുള്ള ചില കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. അതിൽ തന്നെ CITU അനുഭാവികളായ ആളുകളുടെ കടകളാണ് തുറന്നത്. വെള്ളവും ഐസ്ക്രീമും വിൽക്കുന്ന ചില കടകൾ മാത്രം അവിടെ തുറന്നു എന്നുള്ളതാണ്. മറ്റ് ഷോപ്പുകളെല്ലാം തന്നെ പ്രതിഷേധ സൂചകമായി കടകൾ അടച്ചിടുകയാണ് ചെയ്തത്. ഔദ്യോഗികമായ ഒരു ഉത്തരവ് മൂലമായിരുന്നു ഇന്നലെ ഈ കടകൾ പ്രവർത്തിക്കുന്നതിനെതിരെ, അതായത് പോലീസ് തന്നെ 34ഓളം കടകൾക്ക് നോട്ടീസ് നൽകിയെന്ന് അവർ തന്നെ, ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കടകൾക്ക് വ്യാപകമായി നോട്ടീസ് നൽകിയതോടെയാണ് വലിയ വിവാദം. അതായത് അടച്ചിടണമെന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷ പരിഗണിച്ച് കടകൾ അടച്ചിടണമെന്നുള്ള വാദം ഉന്നയിച്ചായിരുന്നു ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയത്. തുടർന്ന് ഇത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഈ സ്ഥലത്തെത്തി കടകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു. കാരണം ഈ സംഭവം വലിയ വിവാദമായി മാറിയ പശ്ചാത്തലത്തിലായിരുന്നു CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥലത്തെത്തി അത്തരമൊരു ആഹ്വാനം ചെയ്തത്. പക്ഷേ പോലീസ് നിയമാനുസൃതം തടഞ്ഞ കടകൾ തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യം മറ്റ് ഷോപ്പുകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇത് തുറക്കാൻ ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ CITU അനുകൂലികളായുള്ള ചില കടയുടമകൾ മാത്രമാണ് അവിടെ ഇന്ന് കട തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. രേണുക, ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട വ്യാപാരികൾ അവർ ഈ പരിപാടി മുന്നിൽ കണ്ട് സാധനങ്ങൾ വാങ്ങി വെക്കുകയും വലിയ കടത്തിലാണ് എന്നൊക്കെയുള്ള പരാതികൾ നേരത്തെ തന്നെ ശരണ്യ ചെന്ന് അവരോട് വിവരങ്ങൾ തേടുമ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണമോ? മുഖ്യമന്ത്രി അവിടെ എത്തി പരിപാടി കഴിഞ്ഞ് മടങ്ങിയതിന് ശേഷമാണോ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്? അല്ല രേണുക, ഇന്ന് രാവിലെയോടുകൂടി തന്നെ ജില്ലാ സെക്രട്ടറി, നമ്മൾ വാർത്തകൾ പുറത്തു വന്നു, ആളുകൾ ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി അവിടെ എത്തിയിരുന്നു. പക്ഷെ അദ്ദേഹം വാക്കാൽ ഇത് കടകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെയുള്ള കടകൾക്കുണ്ട്. അതായത് പോലീസിന്റെ അടക്കം പോലീസ് അടക്കം സർട്ടിഫൈ ചെയ്തതിനും ശേഷം മാത്രമേ ഇവർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ CPMന്റെ ജില്ലാ സെക്രട്ടറി വന്ന് പറഞ്ഞതുകൊണ്ട് അത്തരത്തിൽ കടകൾ തുറക്കാൻ ധൈര്യപ്പെട്ടാൽ നിയമാനുസൃതം തടഞ്ഞ ഒരു സംഭവത്തിനകത്ത് അത്തരം ഒരു കാര്യം ചെയ്താൽ പിന്നീട് ഈ ലൈസൻസ് പുതുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഭയം മറ്റ് കടകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കടകളും അവിടെ അടഞ്ഞു കിടന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. പാലത്തിന്, അതായത് KPMSന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കടൽപ്പാലത്തിന് വടക്കോട്ടുള്ള കടകൾ, സ്റ്റേജ് വരെയുള്ള കടകളായിരുന്നു അടയ്ക്കാനായി നിർദ്ദേശം നൽകിയിരുന്നത്. മാത്രമല്ല അവിടെ ഭൂരിപക്ഷം വരുന്ന കടകളും പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആദ്യം നിർദ്ദേശം നൽകിയെങ്കിലും ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ബജിക്കടകൾക്ക് പിന്നെ തുറക്കാമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാതെന്നുള്ള നിർദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് പറഞ്ഞു ഗ്യാസ് സിലിണ്ടറുകൾ ഉള്ള കടകളെല്ലാം തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റ് കടകൾക്കൊക്കെ ഒരു ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് മാത്രമായ ഒരു വരുമാനം വേണ്ട എന്നുള്ള നിലപാടെടുത്ത് കടകൾ ഒന്നും തുറക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ അതേസമയം നിയമാനുസൃതമല്ലാതെ തുറക്കാനായി ആഹ്വാനം കിട്ടിയ, നിർദ്ദേശം കിട്ടിയ CITUവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചില കടകൾ മാത്രം അവിടെ തുറന്നു എന്നതാണ് അതിന്റെ വസ്തുത. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.